മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ഇന്നത്തെ ടാസ്കിന്റെ ഫസ്റ്റ് റൗണ്ട് തുടങ്ങിയിരിക്കുകയാണ്. ആദ്യ റൗണ്ടിൽ തന്നെ പൊരിഞ്ഞടിയാണ് കേട്ടോ. ആദിലയും നൂറയും അനീഷുമായിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ട്. അനുമോള് അക്ബറിനോട് വഴക്കുണ്ടാക്കുന്നുണ്ട്. ആ വഴക്ക് ലക്ഷ്മി കയറി പിടിക്കുന്നുണ്ട്. അങ്ങനെ പൊരിഞ്ഞ വഴക്കാണ് ഇപ്പോൾ ലൈവിൽ നടക്കുന്നത്. പാവശാസ്ത്രം എന്ന ഒരു ടാസ്ക് ആണ് ഇപ്പോൾ നടക്കുന്നത്. പാവയുടെ പല പാർട്സുകൾ കൺവെയറിലൂടെ വരും. അത് കളക്ട് ചെയ്യാനായിട്ട് കൺവെയറിന്റെ രണ്ട് സൈഡിലായിട്ട് കണ്ടസ്റ്റൻസ് എല്ലാവരും നിൽക്കുന്നു. അനുമോളുടെ പുറകിലായിട്ടാണ് അക്ബർ നിന്നിരുന്നത്. പാവകളെ കളക്ട് ചെയ്യുന്ന സമയത്ത് അക്ബർ അനുമോളെ തള്ളി, അനുമോൾക്ക് അത് വേദന എടുത്തു എന്നൊക്കെ പറഞ്ഞാണ് ഇപ്പോൾ അനുമോൾ കരയുന്നത്. ആ ഒരു കാര്യം ലക്ഷ്മിയും കയറി പിടിച്ചു. ലക്ഷ്മി പറയുന്നുണ്ട്, ഗെയിമിനെ ഗെയിമായിട്ട് കളിക്കണം. അനുമോൾക്ക് നിന്നെക്കാട്ടിലും ബോഡിയും കുറവാണ്, പൊക്കവും കുറവാണ്. പക്ഷെ നിനക്ക് കൈക്ക് ലെങ്ത് ഉണ്ടല്ലോ, അത് വെച്ച് കളിക്കാൻ മേലെ. വൃത്തിക്ക് കളിക്ക്, ഫെയർ ആയിട്ട് കളിക്ക്, തോന്നിവാസം കാണിക്കരുത്. ഗെയിമിനെ ഗെയിമായിട്ട് കാണണം. നിന്റെ ബോഡി വെയിറ്റ് മുഴുവനും അവളുടെ പുറകിലായിരുന്നു. ലക്ഷ്മി പറയുന്നതൊക്കെ ശരി, പക്ഷേ ഇവിടെ അക്ബർ ചെയ്ത തെറ്റെന്താണെന്ന് അറിയില്ല. കാരണം ആ പാവകൾ വരുന്ന സമയത്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തുന്നും തള്ളുന്നും എല്ലാം ഉണ്ടായിരുന്നു. കാരണം മാക്സിമം പാവകളെ കളക്ട് ചെയ്യുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ പോയിന്റുകൾ കിട്ടുന്നത്. എല്ലാവരും സ്വന്തം ജയത്തിന് വേണ്ടിയേ കളിക്കുകയുള്ളൂ. എനിക്ക് തോന്നുന്നു ഷാനവാസ് മാത്രമാണ് മാറി നിന്നത്. കാരണം മെഷീനാണ്, ആർക്കും അപകടം പറ്റാതെ സൂക്ഷിക്കണമെന്ന് ബിഗ് ബോസ് ആദ്യം തന്നെ പറഞ്ഞിരുന്നു. ഷാനവാസ് പാവകളെ കളക്ട് ചെയ്യുന്ന സമയത്ത് ആരോ കൈന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ പേടിച്ചിട്ട് ഷാനവാസ് മാറി നിൽക്കുന്നുണ്ട്. പിന്നെ ഷാനവാസ് ഉന്താനും തള്ളാനൊന്നും പോയില്ല. ബാക്കി എല്ലാവരും മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തുന്നുണ്ടായിരുന്നു. അത് പ്രശ്നമുള്ള വ്യക്തി അത്രയും നടുക്ക് കയറി നിൽക്കാൻ പാടില്ല. ഗെയിമിൻ്റെ ആ ഒരു സ്പിരിറ്റ് വരുന്ന സമയത്ത് മുന്നിൽ നിൽക്കുന്ന വ്യക്തിനെ ഉന്തിപ്പോകും, ചിലപ്പോൾ തള്ളിപ്പോകും. അതൊക്കെ ഒരു ഗെയിമിൻ്റെ പാർട്ടാണ്. അത് ഗെയിമിനെ ഗെയിമായിട്ട് കാണാൻ പഠിക്കണം. ഇതെല്ലാം പോകട്ടെ, അനുമോളും അക്ബറും തമ്മിലുള്ള പ്രശ്നത്തിൽ വെറുതെ കയറി ലക്ഷ്മി ഇടപെട്ട് ലക്ഷ്മി എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അനുമോൾ എന്തായാലും അക്ബറിനോട് പറയുന്നുണ്ട്, ഒരാളെ ഉപദ്രവിച്ചിട്ട് നീ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ എവിടെയും എത്തില്ലടാ, നീ തോറ്റുപോകും, നീ എവിടെയും എത്തില്ല. എപ്പോഴുമുള്ള ശാപവാക്കുകളൊക്കെ അനുമോള് ഇപ്പോഴും വിടുന്നുണ്ട്. അതിനിടയിൽ അനീഷ്, ആദില, നൂറ ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു. കാരണം അനീഷാണ് കൺവെയറിന്റെ ആദ്യം പോയി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന പാവകൾ മാക്സിമം അനീഷ് തന്നെയാണ് കളക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ പേരിൽ ആദിലയും നൂറയും അനീഷിനോട് വഴക്കുണ്ടാക്കുന്നുണ്ട്. എല്ലാവർക്കും കളക്ട് ചെയ്യണം, കുറച്ചൊക്കെ മാറി തരണം എന്ന് പറയുന്നു. ഉടനെ അവരോട് അനീഷ് ദേഷ്യപ്പെടുന്നുണ്ട്, എൻ്റെ ദേഹത്തു നിന്നും ഒരു തുള്ളി ചോര പൊടിഞ്ഞാൽ എല്ലാവർക്കും ഞാൻ തിരിച്ചു തരും, എല്ലാവർക്കും ഞാൻ തിരിച്ചു തരും എന്ന് പറഞ്ഞ് അനീഷ് അതിനിടയിൽ ആദില നൂറയോട് ദേഷ്യപ്പെടുന്നു. അങ്ങനെ ടാസ്ക് തുടങ്ങിയതും ലൈവിൽ വൻ അടിയാണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.